അല്ലെങ്കിൽ സിനിമയിൽ സാധാരണ കാണിക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടിരിക്കാം, ഒരു ഫാൻറ്റസി സിനിമയാണ്. നമ്മൾ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു സൂപ്പർ ഹീറോ ഫിലിം. അത് കാണുന്ന രസത്തിൽ കണ്ടുകൊണ്ടിരിക്കാം. ഇത് നന്നായിട്ട് അതിലെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ വിനയ് റോയ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ കൊള്ളാം. ഒരു വെറൈറ്റി ഉണ്ട്. സാധാരണ പടം പോലെ ഒരു മാറ്റമുണ്ട്. ഗ്രാഫിക്സ് കൊള്ളാം. ആക്ഷൻ തന്നെ. കുറച്ച് ലാഗൊന്നും തോന്നിയില്ല. പടം കൊള്ളാം, ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നത് 2025 എന്തായാലും. കണ്ടിരുന്നതിൽ കുറച്ച് ഗ്രാഫിക്സിൻ്റെ എന്തായാലും കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. എന്താണ് പടം കണ്ടിരിക്കുക, ലാഗായിട്ട് തോന്നിട്ട്. ആക്ഷൻ അല്ല, കോമഡി വലുതായിട്ടില്ല. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വില്ലൻ ക്ലിഷ വരുന്ന സംഭവം സ്ഥിരമായിട്ട് അതിൽ വരുന്നുണ്ട്. നമുക്ക് കണ്ടിരിക്കാം, വേറെ ബോറില്ല. പ്രത്യേകിച്ച് ഫാമിലി കൊച്ചുകുട്ടിയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി, എനിക്ക് ആനി ഫാൻറ്റസി ടൈപ്പ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കയറിയതാണ്. കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ ടൈമാണ്. കണ്ടിരിക്കാം, വേറെ മോശം സീൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു പടമാണ്. നമ്മൾ സീരിയൽ കണ്ടിട്ടുണ്ട്, എന്നാലും കൊള്ളാം. തിയേറ്ററിൽ കൊള്ളാം. വരെ ഒരു മുഷിപ്പ് തോന്നുന്നുണ്ട്, പക്ഷെ അതിനുശേഷം നല്ല അടിപൊളി. പൈസ കൊടുക്കണേ നഷ്ടമില്ല. കുഴപ്പമില്ല ബ്രോ, എടുത്തു പറയാനൊന്നും എല്ലാത്തിനും കുഴപ്പമില്ല ബ്രോ. കൊള്ളാം, നല്ല ആക്റ്റീവാണ്, കൊള്ളാം. എടുത്തിങ്ങനെ എഫക്റ്റ് എല്ലാം കിടലാണ്, നല്ല സിനിമയാണ്. കൊള്ളാം.